الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. قال الله عز وجل: يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സമാദരണീയരായ സാദാത്തുക്കൾ, അഭിവന്ദ്യരായ ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും ഈ പരിപാടിയും പരലോകത്ത് കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ ഉതകുന്ന സുഹൃതങ്ങളിലൊന്നായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മയും നാവുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് പലയിടത്തും വെച്ച് ഏറ്റെടുത്തവർ എല്ലാവരെയും അള്ളാഹു എൻ്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും അവർക്കും ജീവിക്കുന്ന കാലത്തൊക്കെയും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണം കൊണ്ട് വേർപെട്ടു പോയ എല്ലാവരുടെയും പാരത്രിക ജീവിതം റബ്ബ് സന്തോഷത്തിലാക്കട്ടെ. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ ഓർക്കുന്ന ബഹുമാനപ്പെട്ട ഉഹദ് ശുഹദാക്കൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, നമ്മുടെ ശൈഖു മശായിഖിന ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, ശൈഖുനൽ മർഹൂം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ അടക്കം ഈ മാസത്തിൽ വഫാത്തായ എല്ലാ മഹാന്മാരുടെയും ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളിവിടെ ഒത്തുകൂടിയതിന്ന് മഹാനരായ C.M. വലിയുല്ലാഹിയെ അനുസ്മരിക്കാനും അവരുടെ ദീപ്തമായ ഓർമ്മകളായ വിറക്കി അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ നന്മകൾ പകർത്തിയെടുക്കാൻ പറ്റും എന്നാലോചിക്കാനുമാണ്. അല്ലാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിക്കുകയും നമ്മളെ തൊട്ടെല്ലാം അവർക്ക് ഖൈറായ പ്രതിഫലം അല്ലാഹു തആല നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത ഒരനുഗ്രഹീതമായ നിഅമത്ത് ഓർക്കേണ്ട സമയമാണ് നമ്മുടേത്. കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ഓർക്കാനും അവരുടെ പേരിൽ സന്തോഷം പങ്കിടാനും അവരുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തുകൂടാനും ഒക്കെ പറ്റിയൊരു മനസ്സ് അള്ളാഹു നമുക്ക് തന്നുവല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. വാസ്തവത്തിൽ ഈ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത് നമ്മിലേക്ക് എത്തിച്ചു തന്ന മഹത്തായ ഈമാൻ, അത് നമ്മുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മുടെ മനസ്സ് പാകപ്പെടുക എന്നത്. ആ മനസ്സ് പാകപ്പെടുക എന്ന രീതിയും ശൈലിയും അത് അഹ്ലുസുന്ന വൽ ജമാഅക്കല്ലാതെ മറ്റൊരു ടീമിനും അവകാശപ്പെടാനാവില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അനുസ്മരണ സദസ്സുകളിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, പടച്ചോനെ, നീ ബഹുമാനിച്ച നിന്റെ ഔലിയാക്കളെയും മഹാന്മാരെയും ഒക്കെ ഓർക്കാനുള്ള, അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അത് അനിവാര്യമായി വിശ്വാസികൾ കൊണ്ട് നടക്കേണ്ട ഒരു ആചാരമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മെന്റാലിറ്റി നീ എനിക്ക് തന്നുവല്ലോ. ഇത് നിലനിർത്തി തരണമെന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അംബിയാഇൽ നമ്മുടെ മഹാരഥന്മാരായ പൂർവ്വസൂരികളായ നേതാക്കന്മാർ, മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹു, അൻസാറുകളും മുഹാജിറുകളുമാകുന്ന നമ്മുടെ മാതൃകാ പുരുഷന്മാരായിട്ടുള്ള മഹത്തുക്കളായ നേതാക്കന്മാർ,
അവരെ നെഞ്ചേറ്റി അവരുടെ മാതൃകകൾ ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സൂറത്തുൽ ഹശറിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ മുമ്പേ നടന്നുപോയ പൂർവ്വസൂരികളായ മഹത്തുക്കളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പടച്ചവനെ അവരോട് ഞങ്ങളെ മനസ്സിലൊരു കുശുമ്പ് അല്ലെങ്കിൽ അവരോടൊരു വെറുപ്പ്, അവരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനം, അത് ഞങ്ങളുടെ മനസ്സിൽ നീ തരല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സുന്നിക്കല്ലാതെ മറ്റാർക്കെങ്കിലും പറ്റുമോ? എവിടെയാണ് മഹാന്മാരെ ഇടിച്ചു താഴ്ത്താനും അവരെ കൊച്ചാക്കി കാണിക്കാനും അവസരം കിട്ടുക എന്ന് നോക്കി ആ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വൈമനസ്യം കാണിക്കാത്തവരാണ് നമ്മുടെ നാട്ടിലെ ബിദഈകൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. CM വലിയുല്ലാഹി അടക്കം കുതിര കയറാൻ എന്തൊക്കെ വഴികൾ കിട്ടുമോ ആ വഴികളെല്ലാം നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ വാസ്തവത്തിൽ സുന്നി വിരുദ്ധരായിട്ടുള്ള ആളുകൾ. ഏതു മഹാനെയാണ് അവർ വെറുതെ വിട്ടത്? ഏത് വലിയനെയാണ് അവർ സ്ഥാനം കുറക്കാതെ അവരുടെ ഉള്ള സ്ഥാനം അംഗീകരിച്ചു കൊടുക്കാൻ സന്മനസ് കാണിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും കൊച്ചാക്കി കാണിക്കാൻ എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമെങ്കിൽ, സൂചി കടത്താൻ പഴുതുള്ളടത്ത് തൂമ്പ കടത്തി അത് ആ വിടവ് വലുതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന മൈൻഡല്ലേ വാസ്തവത്തിൽ ബിദഈകൾക്കുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പോലും തങ്ങളുടെ മഹത്വങ്ങളും സ്ഥാനമാനങ്ങളും ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടാത്ത ആ നിർഭാഗ്യരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് പെടേണ്ടി വന്നില്ലല്ലോ എന്നത് നമ്മൾ വല്ലാത്ത നിഅമത്തായി കാണണം. അത് നിലനിർത്തി തരാൻ റബ്ബിനോട് ദ്വാരക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ സമകാലിക സമൂഹത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ഓരോ ദിവസവും മനുഷ്യൻ അവന്റെ വിശ്വാസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേഷൻ ഗുരുതരമായിട്ടുള്ള തിന്മകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളയമില്ലാതെ ചാടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ബിദഈ എന്നിടത്തൊന്നും പോയി ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് തന്നെ പുറത്തു ചാടിയിട്ട് അതാണ് അഭിമാനിക്കേണ്ട രംഗം എന്ന് പറയുന്നതിൽ മനസാക്ഷിക്കുട്ട് അനുഭവിക്കാത്തൊരു വിഭാഗത്തിന്റെ ആ കൂട്ടത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് നടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കം, നേരത്തെ സൂചിപ്പിച്ച ഉഹദ് ശുഹദാക്കൾ അടക്കം ആ മഹാന്മാരെല്ലാം നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തന്ന മഹിതമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ അത് അരക്കിട്ടുറപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് പരമാവധി സ്പ്രെഡ് ചെയ്തും വികസിപ്പിച്ചും അവരുടെ ചിന്തയെ കൂടി ഇതിലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ നിതാന്ത ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കടമ ഏറ്റെടുക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ഇന്നത്തെ ഉത്തരവാദിത്വം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആധ്യാത്മിക രംഗത്തെ ഇരുത്തം വന്ന നേതാക്കളെ ശരിയായ വിധത്തിൽ അനുസ്മരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയണത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഔലിയാക്കളെ സംബന്ധിച്ചുള്ള നിലപാടിൽ ഒരു ഏകദേശം എന്തായാലും ചുരുക്കി പറഞ്ഞ 3 കക്ഷികളുണ്ട്. ഒന്ന്, അവരുടെ ഒരു നന്മയും ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടാത്ത കടുത്ത ബിദഈകൾ. മറ്റൊരു കൂട്ടർ ബഹുമാനിക്കുന്നു എന്ന വ്യാജേന അവരെ സമൂഹത്തിൽ അവരുടെ വിരോധികൾക്ക് അടിക്കാനുള്ള വടി കൊടുക്കുന്ന ആത്മീയതയുടെ കപടമുഖം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കള്ളത്തൊരീക്കത്തുകാർ. മൂന്നാമത്തെ വിഭാഗം പറയേണ്ടത് പറയുകയും പറയാൻ പാടില്ലാത്തത് പറയരുത് എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്ന ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷി. ഈ കക്ഷിയിലാണ് നമ്മളുള്ളത്. എന്താണ് പറയേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രയോഗം ഒരിക്കലും തന്നെ CM വലിയുല്ലാഹി അടക്കം ഒരു മഹാനെയും ആരും ചീത്ത പറയാൻ കാരണമാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാവണം നമ്മൾ. ഇത് പ്രത്യേകിച്ച് പറയേണ്ടതിന്റെ അനിവാര്യത നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ മാതാപിതാക്കളെ ചീത്ത പറയരുത് എന്ന് റസൂലുള്ളാഹി, അല്ലേ?
അപ്പൊ സഹാബത്ത് ചോദിച്ചില്ലേ, അങ്ങനെ മാതാപിതാക്കൾ ആരെങ്കിലും മക്കൾ ചീത്ത പറയുമോ? അപ്പൊ എന്താ റസൂൽ പറഞ്ഞത്? നീ മറ്റയാളുടെ വാപ്പാനെ പറയും, അവൻ തിരിച്ച് നിന്റെ വാപ്പാനെ പറയും. നീ മറ്റൊരാളുടെ ഉമ്മയെ ചീത്ത വിളിക്കും, അപ്പോൾ അവൻ തിരിച്ച് നിന്റെ ഉമ്മയെ ചീത്ത വിളിക്കും. അപ്പൊ നിന്റെ ഉമ്മയെ ചീത്ത വിളിപ്പിച്ചതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാ? നിനക്കാണ്. അല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ്. അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കണ്ട. ചീത്ത വിളിച്ചാൽ തിരിച്ച് അവരെ അള്ളാഹിനെ ചീത്ത വിളിക്കും. അപ്പൊ അള്ളാഹുവിനെ ചീത്ത വിളിപ്പിക്കുന്ന പണി നമ്മൾ എടുക്കാൻ പാടില്ല. മാതാപിതാക്കളെ ചീത്ത വിളിപ്പിക്കുന്ന പണി നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിന്റെ ചുവട് പിടിച്ച് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള മഹാന്മാരെ ബഹുമാനിക്കുന്നു എന്ന വ്യാജേന വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുന്ന സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം ലോകത്തെ പിഴച്ചുപോയ കക്ഷികളുടെ സ്വഭാവം ഒന്നുകിൽ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങേ തലയിലേക്ക് ഉയർത്തിയിട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് താഴ്ത്തിയിടുക. റാഫിലികൾ എന്ന് പറയുന്ന ഒരു കക്ഷികൾ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെന്താ ചെയ്യണം? ഞങ്ങൾ അലി റളിയല്ലാഹുവിന്റെ ബെസ്റ്റ് ഫാനാണ് അവരെ വാദം, അല്ലേ? എന്നിട്ട് അവരെ കൂട്ടത്തിൽ ഒരു കൂട്ടർ അലി റളിയല്ലാഹു അൻഹു പടച്ചോൻ തന്നെയാണ് എന്ന് വരെ വാദിച്ചു. അങ്ങനെ വാദിച്ചപ്പോ അലി റളിയല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടില്ല. നല്ല ആൾ ഇഷ്ടപ്പെടൂലല്ലോ, ഇല്ലാത്ത പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അപ്പൊ അലി റളിയല്ലാഹു നിങ്ങളെ തീയിലിട്ട് കരിക്കും ഈ വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ പടച്ചോനൊക്കെ ഉറപ്പായി പറഞ്ഞു. എന്താ കാരണം? ലായു അദ്ദിബു ബിന്നാരി ഇല്ല റബ്ബുനാരി എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. തീയിന്റെ ഉടമ റബ്ബയെ എന്ത് ചെയ്യുള്ളൂ? തീ കൊണ്ട് ശിക്ഷിക്കൊള്ളൂ. നിങ്ങൾ തീയിലിടുന്നല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ എന്നെ പഠിച്ചോ? മനസ്സിലായോ? ഇவ்விധത്തിൽ ബഹുമാനിക്കുന്നു എന്ന വ്യാജേന പടച്ചോന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുക. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെ പറ്റി ചിലര് പറഞ്ഞ് എവിടെ വരെ എത്തി? നമ്മളൊരാൾക്കൊരു മൊബൈൽ കൊടുത്താൽ പിന്നെ അതിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്തതുപോലെ അല്ലാഹു തആല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചോൻ പെട്ടു, അല്ലേ? വാസ്തവത്തിൽ ഇസ്ലാം എന്ന് വരെ പുറത്താകാൻ സാധ്യതയുള്ള ഗുരുതരമായ ആരോപണമല്ലേ ഇത്? ഒരു നാനോ സെക്കൻഡ് സമയത്തേക്കെങ്കിലും പടച്ചവന്റെ നിയന്ത്രണത്തിൽ നിന്നോ അവന്റെ കഴിവിൽ നിന്നോ പുറത്തു കടക്കാൻ ഒരു മഖ്ലൂക്കിന് പറ്റുമോ? അത് ആരാവട്ടെ, അല്ലേ? ആരായാലും പറ്റൂലല്ലോ. അപ്പൊ പിന്നെ അങ്ങനത്തെ വർത്താനം പറയണത് എന്തിനാണ്? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെ നാട്ടുകാരെ കൊണ്ട്, ഈ അക്രമികളെ കൊണ്ട് കല്ലെറിയിക്കാനുള്ള വേദി ഒരുക്കുന്നവരാണ് അവർ. പണ്ടത്തെ റാഫിളുകളുടെ അതേ നിലപാട്. വേറൊരു കൂട്ടർ ഖവാരിജികളുടെ അതേ മൈൻഡ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അതാണ് ബിദഈകൾ. ഖവാരിജികളുടെ സ്വഭാവം എന്താ? ഖവാരിജികളുടെ സ്വഭാവം അവർ മുശ്രിക്കുകളെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ അത് മുസ്ലിമീങ്ങളുടെ മേലിൽ വെച്ച് കെട്ടി അവർക്കെതിരെ ശിർക്ക് എന്നതാണ്. ഖവാരിജികൾ അലി റളിയല്ലാഹു അൻഹു അടക്കം മുശ്രിക്കാന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അലി റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഖുർആൻ വയലേറ്റ് ചെയ്ത ആളാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന ആയത്ത് അത് ലംഘിച്ച ആളാണ് എന്ന ഖവാരിജികളുടെ വാദം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമാണ് എന്ന ആയത്തിനെ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ധിക്കരിച്ചു എന്ന വാദം. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ അവര് കാരണം പറഞ്ഞത് മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഉണ്ടായ ഒരു പ്രത്യേക അഭിപ്രായ വ്യത്യാസത്തിൽ കോംപ്രമൈസിന് വേണ്ടി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെയും മധ്യസ്ഥന്മാരായി നിയമിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മധ്യസ്ഥന്മാരായിട്ട് ഒരു കോംപ്രമൈസ് ചർച്ച നടന്നു. ഈ മധ്യസ്ഥന്മാരെടുക്കുന്ന തീരുമാനം രണ്ടു കൂട്ടരും അംഗീകരിക്കണം എന്ന വ്യവസ്ഥയും വന്നു. അപ്പൊ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധിക്കാൻ അധികാരം അള്ളാഹ്ക്കുള്ളൂ എന്നുള്ളത് മാറ്റിയിട്ട് അള്ളാന്റെ സ്ഥാനത്ത് ആരെ വെച്ചു? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു വെച്ചു എന്നാണ് ഈ കമ്പനിയുടെ വാദം. ആ വാദം ഉന്നയിച്ചു വന്ന ആളുകളെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കശക്കി എറിഞ്ഞു. അവരുടെ കേന്ദ്രത്തിൽ പോയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വാദിക്കണമെങ്കിൽ ഖുർആനിലെ തന്നെ മറ്റൊരായത്ത് ഞാൻ ഓതിത്തരട്ടെ. ആ ആയത്തിൽ എന്താണുള്ളത്? ആ ആയത്തിലുള്ളത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ ഖുർആൻ പറയണ് അവിടെ ആദ്യം തന്നെ തലാഖിലേക്ക് പോകരുത്. അതെന്ത് വേണം? ഭർത്താവ് ഭാര്യനൊന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. രണ്ടാമത്
പിന്നെ അടിച്ച് ശരിയാക്കാൻ പറ്റുമോ നോക്കണം. അടി കൊണ്ടാൽ ചിലപ്പോ നന്നായി കൂടായില്ല. അതും ഫലിക്കണില്ലെങ്കിൽ രണ്ടാളും രണ്ട് സ്ഥലത്ത് കിടന്നുകൊണ്ട് സംഗതി ഇത് ഗുരുതരാവുക എന്നുള്ള തോന്നലുണ്ടാക്കണം. അപ്പൊ ചിലര് കോംപ്രമൈസിന് റെഡിയാവും. അതും നടക്കണില്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ കുടുംബത്തൊന്നും ഭർത്താവിന്റെ കുടുംബത്തൊന്നും ഓരോ വിധികർത്താക്കളെ നിങ്ങൾ നിയോഗിച്ചിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടിയെടുക്കുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ നിങ്ങൾ നടപ്പാക്കണം. ഇത് അള്ളാന്റെ ഖുർആനിൽ പടച്ചോൻ പറഞ്ഞാണ്. ഇനിൽ ഹുക്മു ഇല്ലാലില്ല എന്ന് പറഞ്ഞ അതേ അല്ല തന്നെയാണ് എന്ത് പറഞ്ഞ് പറഞ്ഞത്. അപ്പൊ അള്ളി ഇപ്പൊ ചിർക്ക് ചെയ്തോ? അള്ളാഹു തആല ഇപ്പൊ ചിർക്ക് ചെയ്തോ എന്ന ചോദ്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ കാമ എന്ന് ഉരിയാടാൻ സാധിക്കാതെ പരാജയം സമ്മതിക്കേണ്ടി വന്നു ആ ഖവാരിജികൾക്ക്. അപ്പൊ അവരുടെ നിലപാട് സ്വീകരിച്ചു പോകുന്ന ആളുകൾ ഇന്നും മുസ്ലിമീങ്ങൾക്ക് നേരെ ഗുരുതരമായ ശിർക്കാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആൾക്കാരെന്താ പറയണത്? അല്ലാഹു തആല ഖുർആൻ പറയണ് അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാകുന്നു, അതുകൊണ്ട് അല്ലാഹുവിനോട് കൂടെ നിങ്ങൾ ആരെയും ആരാധിക്കാൻ പാടില്ല, വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. വിളിച്ചു പ്രാർത്ഥിക്കാതെ ഒരു തെറ്റായ അർത്ഥം കൽപ്പിച്ചിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങളിപ്പോ മടവൂർ ശേഖരനെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ, ഔസുല്ലാലം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ എന്ന് ചോദിച്ചിട്ട് പണ്ടത്തെ അബൂജഹലിൽ ആത്തനെ വിളിച്ചതും നിങ്ങൾ മടവൂർ ശേഖരനെ വിളിക്കുന്നതും ഒരേപോലെയാണ് എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കിന്റെ ചാപ്പ കുത്താനുള്ള വ്യഗ്രത പണ്ട് ഖവാരിജുകൾ അലി റളിയല്ലാഹു അൻഹുവിന് നേരെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന് നേരെയും കാണിച്ച അതേ ദുരാരോപണം ഇന്ന് നമുക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മഹാനരായ CM വലിയുല്ലാഹി ഈ ലോകത്ത് ജീവിച്ച സമയത്തും വഫാത്തിന് ശേഷവും മഹത്തായ ദീനിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ആശയം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാഗ്രതയോടുകൂടെ നിലകൊള്ളുന്ന മഹാനാണ്. അതുകൊണ്ട് അവരെ സ്നേഹിച്ചൊത്തുകൂടിയ നമ്മൾ ആ മഹത്തായ ദീനിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ആശയ സംരക്ഷണത്തിന് വേണ്ടി അതിശക്തമായ ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകാനുള്ള നിർബന്ധ ബുദ്ധി നമ്മളെല്ലാവരും കാണിക്കണം. അതിന് ഒന്നാമതായിട്ട് വേണ്ടി നമ്മളെല്ലാവരും സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിക്കണം. ദീനിന്റെ ഐഡിയോളജി കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ആര് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ആ തെറ്റിദ്ധരിപ്പിക്കാൻ വരുന്നവന് ഉരുളക്കുപ്പേരി പോലെ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഉണ്ടാകണം. അതിന് സംവിധാനമൊക്കെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മളെ UAE ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. CM വലിയുള്ളാഹിന്റെ ജീവിതത്തിൽ ബിദ്അത്തുകാരോടുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് അവിടുന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേ ജീവിച്ചിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഒരു ബിദ്അത്തുകാരനെയും ബഹുമാനപ്പെട്ടവർ താലോലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിദ്അത്തുകാരന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ആർക്കുണ്ടാകാൻ പാടില്ല. മഹാനവറുകളെ ബഹുമാനിക്കുന്ന ഒരു സുന്നിക്ക് ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൂടാ എന്നതിനാവശ്യമായിട്ടുള്ള കൃത്യമായ കാര്യകാരണ സഹിതമുള്ള അറിവുകൾ അതിനെ സംബന്ധിച്ച് നേടണം. ഇതിനാവശ്യമായിട്ടുള്ള പദ്ധതികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നമ്മൾ ഇന്ന് എടുക്കേണ്ട ഒരു നിലപാടാണ്, ഒരു പ്രതിജ്ഞയാണ്. അവിടുത്തെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കും അത്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ജീവിച്ച കാലം നേരത്തെ മൗലിദ് ഓതിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. പഠിക്കുന്ന കാലത്തടക്കം എല്ലാവരും ചങ്ങാതിമാരുടെ കൂടെ കളി തമാശകളിൽ മുഴുകുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ ഒരു കളിയിലും തമാശയിലും സമയം വെറുതെ കളഞ്ഞിട്ടില്ല. കാര്യഗൗരവത്തോടു കൂടെ തന്നെ വിഷയങ്ങളെ ഉൾക്കൊണ്ട് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ജീവിക്കാൻ നിർബന്ധം കാണിച്ചിട്ടുള്ള മഹാനാണ്. അങ്ങനെ ജീവിക്കുമ്പോഴേ ഒരാൾക്ക് മഹാനാവാൻ സാധിക്കുകയുമുള്ളൂ. കാരണം വലിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, അൽ വലിയു അൽ ആരിഫു ബില്ലാഹി വസിഫാത്തിഹി ഹസ്ബ മാ അംകൻ. സാധ്യമാകുന്നത്ര അല്ലാഹുവിനെയും അവന്റെ വിശേഷണങ്ങളെയും മനസ്സിലാക്കണം. അൽ മുവാദിബു അല ത്വാഅത്ത്, ആരാധനകളിൽ സ്ഥിരമായി നിലകൊള്ളണം.
അൽ മുജ്തനിബു ലിൽ മആസി, തെറ്റുകുറ്റങ്ങളെ പൂർണ്ണമായി വർജിക്കണം. അൽ മുഅരിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാത്തി വശഹവാത്ത്, ദേഹേച്ഛകളിലും വിനോദങ്ങളിലും മുഴുകി സമയം കൊല്ലുന്ന ഒരു ഫലവുമില്ലാത്ത സംഗതികളിൽ നിന്ന് 100% മാറി നിൽക്കുന്ന ശൈലി സ്വീകരിക്കണം. അങ്ങനത്തെ ആളെ വലിയാവൂ. അത് കൃത്യമായിട്ട് നടപ്പാക്കിയാണ് ആര് ജീവിച്ചേ? സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ ജീവിച്ചത്. ആ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് ഔലിയായിൽ ചിലർക്ക് ചിലപ്പോൾ ചില ഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകും, വിഭ്രമാവസ്ഥകൾ വരും. ആ അവസ്ഥ വരുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ ചില സംഗതികളൊക്കെ എന്തെങ്കിലും അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്ന് കറാമത്തായിട്ട് വരല്ല വേണ്ടേ, മറിച്ച് ആ അവസ്ഥയെ നമ്മൾ അത് അതിൻ്റെതായ സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി അത്തരം ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രദ്ധയാണ് ഉണ്ടാവേണ്ടത്. കാരണം ആ സമയത്ത് ആ വിഭ്രമാവസ്ഥയിൽ ഉണ്ടാകുന്ന സംഗതികൾ നമുക്ക് മാതൃകയാക്കാനുള്ളതല്ല. അങ്ങനെയല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്? ഖാലിത്തിൽ ഹുക്കമാ വസായിലിൽ ഉലമാ. ഇത്തരം മഹത്തുക്കൾക്ക് അത്തരം ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഗതികൾ ഉണ്ടാകുന്നുവെങ്കിൽ ശതഹാത്ത് എന്നാണ് സാങ്കേതികമായി അതിനെ ഇമാമിങ്ങൾ പേരിട്ട് വിളിച്ചത്. അവരെ നമ്മൾ അവഗണിക്കുകയോ അതിന്റെ പേരിൽ അവരെ മത്സിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ അവരോട് ഒട്ടിച്ചേർന്ന് നിന്ന് അവരെ ബർക്കത്തെടുക്കണം. എന്നാൽ ആ വിഷയം മാതൃകയാക്കേണ്ട കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? വിലയിരുത്തുകയോ പറയുകയോ വേണ്ട. നമ്മൾ നമ്മുടെ അമലിനും വിഷയത്തിനും മാതൃകയാക്കേണ്ടത് വസായിലിൽ ഉലമാ. അത്തരം അവസ്ഥയിലുള്ളവരല്ലാത്ത ഉലമാവിനോട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതി സ്വീകരിക്കണം. വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഈ ഔലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഭാവമാറ്റങ്ങളുടെ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ നിൽക്കുന്ന രീതി ഒഴിവാക്കി ആ ഒരവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് അവരെങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നത് ആ കാണിച്ചെന്ന രീതി മുറുകെ പിടിക്കണം. ആ രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഉസ്താദ് അടക്കം അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, അവരടക്കം പ്രസംഗിക്കും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ബഹുമാനപ്പെട്ടവർ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ കൃത്യമായി ശ്രദ്ധയോടെ ജീവിച്ചവരാണ്. അദബുകേടിന്റെ ശൈലികൾ ഒരിക്കലും തന്നെ വരാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത പാലിച്ചവരാണ് സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ. ഉസ്താദ് തന്നെ പറഞ്ഞൊരു ഉദാഹരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. മുമ്പൊക്കെ നമ്മളെ വയലിന്റെ വേദികളിലൊക്കെ ഒരു മേശ ഉണ്ടാവും, അതിമൊരു മേലൊരു വിരി ഉണ്ടാവും. ആ വിരി മിക്കവാറും മക്കത്തുനിന്ന് ആ നാട്ടിൽ ആചാര് കൊടുത്തിട്ടുള്ള ബർക്കത്ത് വിചാരിച്ച് കൊടുത്തിട്ടുള്ള റൗളയുടെ ഫോട്ടോ ഉല്ലേഖനം ചെയ്ത അല്ലെങ്കിൽ കഅബത്തിന്റെ ഫോട്ടോ ഉല്ലേഖനം ചെയ്തിട്ടുള്ള മുസല്ലയ്ക്കും. നമ്മളൊക്കെ അങ്ങനെയാണ്, ബർക്കത്ത് വിചാരിച്ചിട്ടാണ് ചെയ്യണം പലതും. എന്താണ് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ മാതിരി നമ്മൾ ചിലത് ചെയ്താൽ അത് നേരെ ഉൾട്ടേക്കും അതിന്റെ ഫലം. നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും, ഒരു മൊബൈലിലൊക്കെ ഭയങ്കരമായിട്ട് ബർക്കത്ത് വിചാരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതോട്ട് അങ്ങനെ തന്നെ ടോയ്ലറ്റിൽ പോകും അല്ലേ? കാറിന്റെ പുറത്ത് ഗ്ലാസിന്റെ പുറത്ത് മാഷാ അല്ലാഹ് തബാറകല്ലാഹ് എഴുതി വെക്കും, കാക്കക്ക് കാഷ്ടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെക്കും. ഇത് ബഹുമാനാണോ? ഇത് ബഹുമാനല്ല. വാസ്തവത്തിൽ അതിനോട് കാണിക്കുന്ന അനാദരവാണ്. അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. അപ്പൊ ഈ ഒരു വയലിന്റെ മജ്‌ലിസിൽ മേശപ്പുറത്ത് കഅബയുടെ ഫോട്ടോ ഉള്ള റൗളയുടെ ഫോട്ടോ ഉല്ലേഖനം ചെയ്ത, ഹുജറ ഷരീഫയുടെ കൊച്ചക്കുബയുടെ ഫോട്ടോ ഉല്ലേഖനം ചെയ്ത മുസല്ല വിരിച്ച് അതിന്റെ പുറത്ത് കാപ്പിയുടെ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചത് കണ്ടപ്പോൾ അതെടുത്തു മാറ്റാനും ഈ മുസല്ല ഭദ്രമായി മടക്കി ബഹുമാനത്തോടുകൂടെ കൊണ്ടുപോയി വെക്കാനും നിർദ്ദേശിച്ചു. ഇത് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അനുഭവം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താ അതിന്റെ അർത്ഥം? മര്യാദകേടോ സൂൽ അദബോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നതാണ് വാസ്തവത്തിൽ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ആ മാർഗം നന്നായി ഗൗരവപൂർവ്വം ശ്രദ്ധിച്ചവരായിരുന്നു സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അപ്പൊ ആ നിലക്ക് ജീവിതം സംശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോയ മഹാനവറുകളുടെ ആ ജീവിതം നമ്മൾ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം പകർത്തിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയും ചെയ്യണം. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിരന്തരം അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന മുറാഖബയുടെ സ്വഭാവം അത് നിലനിർത്തി ജീവിക്കണം. ഏത് സ്വകാര്യതയിലും അല്ലെങ്കിൽ ഏത് സന്ദർഭത്തിലും
ഏതെങ്കിലും വിധത്തിൽ തെറ്റുകൾ ചെയ്തിട്ട് തനിക്ക് തന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങൾ മുന്നിൽ വന്നാലും ഒരു മുഅ്മിനായ മനുഷ്യൻ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് അത് ചെയ്യാൻ ധൈര്യപ്പെടരുത്. കാരണം എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. ആ ബോധം മുറാഖബയുടെ സ്വഭാവവും മുഹാസബയുടെ രീതിയും, ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്, എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക, ഇതിനൊക്കെ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ലേ എന്ന ഗൗരവതരമായ ചിന്ത മനസ്സിൽ കൊണ്ട് നടന്ന് ദുനിയാവ് എന്നത് മനസ്സിലേക്ക് തീരെ കയറ്റാത്ത, കൽബിലേക്ക് തീരെ കയറ്റാത്ത സുഹുദിന്റെ സ്വഭാവം സ്വീകരിച്ച് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ശരിയായ വിശ്വാസം നിലനിർത്തി അവന്റെ കർമ്മങ്ങളിലെല്ലാം കുറ്റമറ്റ രീതിയും സ്വഭാവവും നിലനിർത്തി മുന്നോട്ട് പോകണം. അങ്ങനെ പോകുമ്പോൾ ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി ധാരാളമായി എടുത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുന്ന പരുവത്തിലേക്ക് ഉയരുമ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അപ്പ ഞാൻ എൻ്റെ അടിമയെ സ്നേഹിക്കും. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദി യസ്മഉ ബിഹി. അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചാൽ അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വരിജ്ലഹു അല്ലതി യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വയദഹു അല്ലതി യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. ലൈൻ സഅലനി ലഉതിയന്ന, ആ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ, എന്ത് എന്നുള്ള പറഞ്ഞിട്ടില്ല, എന്ത് ചോദിച്ചാൽ എന്താ, ലൈൻ സഅലനി, എന്റെ ആ അടിമ എന്നോട് വല്ലതും ചോദിച്ചാൽ ലഉതിയന്ന, ഞാനത് കൊടുത്തിരിക്കും. ലൈൻ തങ്ങൾ പോവല്ല, ലൈൻ സഅലനി, എന്നോട് അടിമ വല്ലതും ചോദിച്ചാൽ ലഉതിയന്ന, ഞാനത് നൽകിയിരിക്കും. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാണെങ്കിൽ എപ്പോ കൊടുത്തു എന്ന് ചോദിച്ചാൽ മതി, മനസ്സിലായോ? ഇപ്പോഴത്തെ ഒരു ശൈലി പറഞ്ഞാൽ എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. വലൈനിസ്താദനീല ഉഴീതന്ന, ആ അടിമ എന്നോട് അഭയം തേടിയാൽ അഭയം നൽകിയിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രോമിസ്, ഇങ്ങനത്തെ ഒരു ഉറപ്പ് നമ്മൾ ചോദിച്ചാൽ തരും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിച്ചാൽ എന്താ പറഞ്ഞേ? ഉദൂനി, നിങ്ങൾ എന്നോട് ദ്വാർന്നോളൂ, അസ്തജിബ് ലക്കും, ഞങ്ങൾക്ക് ഉത്തരം തരാം. അവിടെ ഈ പറഞ്ഞ ആ തെക്കീതിന്റെ ശൈലിയൊന്നുമില്ല അല്ലേ? എന്താ നമ്മളോട് ഈ ആയത്ത് വിവരിച്ചപ്പോൾ മഹാന്മാർ പറഞ്ഞത്? നിങ്ങൾ എന്നോട് ദ്വാർന്നോളൂ, ഞാൻ ഉത്തരം തരും. ദ്വാ വെറുതെ ആവൂല, പക്ഷെ ചോദിച്ചതന്നെ തരുന്ന് ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ തന്നേക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ട തന്നേക്കാം. ഇല്ലെങ്കിലോ ഇവിടുന്ന് ഒന്നും തരാതെ അല്ലാഹു തആല ഒരു പ്രതിഫലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോൾഡറിൽ ഇത് പ്രത്യേകം നിക്ഷേപിച്ച് ആഖിറത്തിൽ അതിന് പ്രതിഫലം തന്നേക്കും. ദുനിയാവെന്ന് ദുആക്ക് ഉത്തരം കിട്ടാത്ത ആൾക്കാർക്ക് പരലോകത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോൾ ഭൂമിയിൽ നിന്ന് ദുആക്ക് ഉത്തരം കിട്ടിയ ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന മഹാന്മാർ പറയുന്നത്, എനിക്കും കിട്ടാണ്ടെന്നാ മതിയെന്ന് ദുനിയാവെന്ന്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ചോദിച്ചാൽ ഈ മൂന്നാലൊന്ന് തരാന്നാണ്. ആ സമയത്ത് ഈ അടിമ, അള്ളാന്റെ സ്നേഹം കിട്ടിയ അടിമ ചോദിക്കുന്നോടത്ത് പഠിച്ചോൻ പറഞ്ഞെന്താ? ലൈൻ സഅലനി, എന്നോട് അടിമ വല്ലതും ചോദിച്ചാൽ ലൗതിയന്ന, അതെന്നെ ഞാൻ കൊടുത്തിരിക്കും. മറ്റൊരു ഹദീസിൽ മുത്തനബി പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിനോട് മേലുള്ള ഒരു കാര്യം അയാൾ ആണയിട്ട് പറഞ്ഞാൽ അതെനിക്ക് വേണം എന്ന് ആ മഹാൻ പറഞ്ഞാൽ ലഅബറ, അള്ളാഹു അത് നടപ്പാക്കി കൊടുത്തിരിക്കും, അത് അള്ളാഹു സാക്ഷാത്കരിക്കും. ഇതിന്റെ എത്ര വ്യക്തമായ രേഖയാണ്, തെളിവുകളാണ്. അനുഭവം പറയാൻ പറഞ്ഞാൽ CM വലിയുല്ലാഹിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ നാടുകളിൽ തന്നെ കുറച്ചൊക്കെ പ്രായമുള്ള എത്ര ആൾക്ക് പറയാൻ കഴിയും? രോഗമായിട്ട് ചെന്നു, എനിക്കൊരു പ്രയാസമുണ്ട്, അത് വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ആ രോഗം ഇല്ലാത്ത, അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത എത്ര ആളുകളെ നമുക്ക് കാണാൻ പറ്റും? ഒരു വിഷയം ശരിയാവണം, അത് ഞാൻ ശരിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായ ആളുകളുടെ എണ്ണം എത്ര ഉണ്ട് അല്ലേ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. കാരണം എന്താ? എന്റെ അടിമ പറഞ്ഞാൽ അള്ളാഹു എന്താക്കും? അത് നടപ്പാക്കി കൊടുക്കും. ആ പരുവത്തിലേക്ക് ബഹുമാനപ്പെട്ട മഹത്തുക്കളെ അള്ളാഹു തആല എത്തിക്കും. അക്കൂട്ടത്തിലെത്തിയ ഒരു മഹാൻ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരങ്ങനെ എത്താൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഖുദ്സിയായ ഹദീസിലെ
ഫർളുകൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ കൂടി നിരന്തരം ജീവിതത്തിൽ നടപ്പാക്കി അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്ന അടിസ്ഥാന യോഗ്യത നന്നായി നേടിയത് കൊണ്ടാണ്. ആ യോഗ്യത നേടാനുള്ള പരമാവധി പരിശ്രമം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നടത്തണം. ആ മഹാന്മാരൊക്കെ തന്നെ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവർ ഈ ലോകത്തെ ജീവിതമല്ല വാസ്തവത്തിൽ കണ്ടത്. യജമാനനായ റബ്ബിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് അവിടെ ഞാൻ കുടുങ്ങാതിരിക്കാൻ ആവശ്യമായ ജാഗ്രതയാണ് പുലർത്തിയത്. ആ ജാഗ്രത പുലർത്താൻ നമ്മളെ കൊണ്ടാവും വിധത്തിൽ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ട ഉത്തരവാദിത്വവും ഈ ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ട ജാഗ്രതയും ഇത് കൃത്യമായിട്ട് നടപ്പാക്കുകയും പാലിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ പരുവത്തിൽ ജീവിച്ച മഹത്തുക്കൾക്ക് CM വലിയുള്ളാഹിയുടെ അടുത്ത് ഒരാൾ മനസ്സിലൊരു സംഗതി വെച്ചിട്ട് ചെന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ചെല്ലുമ്പോൾ തന്നെ ആ സംഗതിയോട് പറഞ്ഞു വരും. ഓ, അങ്ങനെ പറയുമ്പോൾ പടച്ചോനാക്കിയതൊന്നും പറയണ്ട. അങ്ങനെ പറയണോ? പറയണ്ട. ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞ ഖുർആനിലില്ലേ, നിങ്ങൾ കഴിച്ചത് എന്താണെന്ന് ഞാൻ പറയാം, വീട്ടിൽ എന്താണ് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിട്ടുള്ളത് എന്നും ഞാൻ പറയാം. ഇവിടെ ഇരുന്നിട്ട് പറയാന്ന് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ? എന്താ? അള്ളാഹു തആല പറഞ്ഞല്ലോ ഞാൻ അവന്റെ കണ്ണാവുന്ന്. അള്ളാഹു തആല ഒരാളുടെ കണ്ണാവ് പറഞ്ഞതിന് അർത്ഥം എന്താ? പടച്ച തമ്പുരാന്റെ അവന്റെ കണ്ണിന് ഈ അടിമയുടെ കണ്ണിന് പ്രത്യേക പവർ കൊടുക്കുന്നതാണ്. ദൂരം പ്രശ്നമില്ലാതെ കാണാനുള്ള, തടസ്സമില്ലാതെ കാണാനുള്ള അവസരം അവരുടെ കണ്ണിന് അള്ളാഹു നൽകും. അപ്പൊ മനസ്സിലുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് അവർക്ക് പറയാൻ പറ്റും അല്ലേ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർന്ന് കൗസുല്ലത് പറഞ്ഞില്ലേ? ഓവറാണോ? അത് ഓവറല്ല. അള്ളാഹു തആല അവർക്ക് കൊടുക്കണ പവറാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ അതേ ആ ശൈലി സ്വീകരിച്ചപ്പോ അതിന്റെ പേരിൽ അള്ളാഹു തആല അവർക്ക് നൽകുന്ന സിദ്ധിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഹിജറയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഏറെക്കുറെ ആദ്യത്തിൽ തന്നെ കാണുന്ന ഹദീസ് അല്ലേ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ആ ഹദീസിൽ നമുക്ക് അറിയാലോ, മുത്തനബി പറഞ്ഞു ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഈ ഹദീസ് നിയ്യത്ത് നന്നാക്കണം, അള്ളാഹിന്റെ പൊരുത്തം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവർത്തനങ്ങളുടെ പ്രേരക ശക്തിയെ ചുരുക്കി കാണിക്കണം എന്ന് ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഈ ഹദീസ് മുത്തനബി പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സദസ്സെന്ന് ഒരാൾ, ഒരു സഹാബി മറ്റു കൂട്ടുകാരോട് പറഞ്ഞു, ഇന്നത്തെ ഹദീസ് ഇന്നെ പറ്റിയെന്ന് പറഞ്ഞു. ഇന്നത്തെ ഹദീസ് റസൂലിനെ പറ്റിയാ പറഞ്ഞത്. എന്താ? പെണ്ണ് കെട്ടാനുള്ള ഉദ്ദേശത്തിൽ ആരെങ്കിലും ഹിജറ പോയിട്ടുണ്ടെങ്കിൽ ഓന അതേ കിട്ടുള്ളൂ, പടച്ചോന്റെ പൊരുത്തം കിട്ടൂല. അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കണം, അള്ളാന്റെ പൊരുത്തം എന്ന ഏക ലക്ഷ്യത്തിലേക്ക് ആ ഹിജറയുടെ ലക്ഷ്യത്തെ ചുരുക്കണം എന്ന് ഉപദേശിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആളോട് നേരിട്ട് പറയാതെ വിഷയം പറഞ്ഞതാണ് റസൂലുള്ളാഹി. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും അങ്ങനെ പറയണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമ്മു ഖൈസ് എന്ന് പറഞ്ഞ മദീനയിലുള്ള ഒരു സ്ത്രീയെ വിവാഹാന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് അവർ സമ്മതിക്കാൻ, പക്ഷെ നിങ്ങൾ മദീനത്തേക്ക് വരണമെന്ന് അവർ ഡിമാൻഡ് വെച്ചു. കണ്ണൂർ ശൈലിയിൽ പെണ്ണുങ്ങൾ അവിടെ താമസിക്കാൻ വരികയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം, ഈ പ്രപ്പോസൽ ഓക്കെ ആക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഹിജറ വരുന്നത്. അപ്പൊ നെയ്യപ്പം തിന്ന രണ്ട് കാര്യം ഉണ്ടായിരുന്ന പോലെ ഹിജറയുമായി ഉമ്മു ഖൈസിനെ കല്യാണം കഴിക്കലും ആയി എന്നുള്ള ഇതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പുറപ്പെട്ടത്. വാസ്തവത്തിൽ ഹിജറയുടെ കൂട്ടത്തിൽ അത്തരം ഒരു സംഗതി അത് മനസ്സിൽ കരുതാതെയോ എന്ത് ചെയ്യാലോ, മദീനത്തൊന്ന് മൂവി കേസ് കെട്ടിക്കൂടെ. അപ്പൊ അതുകൊണ്ട് നിയ്യത്തിൽ കുറവ് വരാതിരിക്കാൻ മുത്തുനബിന്റെ മനസ്സിനെ തിരുത്തിയതാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ കൂട്ടത്തിൽ മറ്റുള്ള ഒരു തമാശക്ക് പിന്നെ അദ്ദേഹത്തെ മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് വിളിച്ചിരുന്നു. ഉമ്മു ഖൈസിനെ കെട്ടാൻ വേണ്ടി ഹിജറ വന്ന ആള് തമാശക്ക് വിളിക്കുന്നതാണ്. അത് അദ്ദേഹം തന്നെയാണ് അത് പുറത്തിട്ടത്. അപ്പൊ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്നത് മൂപ്പർക്കേ അറിയൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സദസ്സിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ മനസ്സ് വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട തർബിയത്തിന് ആവശ്യമായിട്ടുള്ള രീതി മുത്തുനബി സ്വീകരിച്ചു. ഇതിന്റെ തുടർച്ചയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ മുന്നിൽ എത്തുന്നവരുടെ മനസ്സ് വായിച്ചു പറയുന്നത്. അത് പറഞ്ഞതിന്റെ പേരിൽ പേര് അല്ലാഹുല. കാരണം എന്റെ അടിമക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ കണ്ണിന് പ്രത്യേക പവർ കൊടുക്കുന്നുണ്ട്. ആ പവർ കിട്ടിയാൽ ആ കണ്ണുകൊണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
ആ കണ്ണോട് നോക്കിയിട്ട് മനസ്സിലുള്ളത് പറഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല, അവിടെ അള്ളാഹ്ക്കലോട്ട് വരുന്നില്ല. ദൂരം പ്രശ്നമില്ലാതെ കാണാനും കേൾക്കാനും വിഷയങ്ങളിൽ ഇടപെടാനും ഒക്കെ അല്ലാഹു തആല അവർക്ക് അവസരം കൊടുക്കും. അതാണ് ഈ കണ്ണിനും കയ്യിനും കാതിനും ഒക്കെ എന്തുണ്ട് എന്ന് പറഞ്ഞത്, പ്രത്യേക പവർ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല വിശ്വാസികളെ അറിയിച്ചത്. അതിന്റെ നേർ ചിത്രമാണ് മാലകളിലോ മൗലിദുകളിലോ ഒക്കെ മഹാന്മാരുടെ കറാമത്തായിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ച് പറയുന്നതൊക്കെ. ഇത് പക്ഷെ മനസ്സിലാക്കാൻ ഡീപ്പായി മതം പഠിക്കണം, ആഴത്തിൽ മതം പഠിക്കണം. ഒരായത്തിന്റെ കഷ്ണം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അത് തനിക്ക് തോന്നിയതുപോലെ വിശദീകരിച്ചാൽ അത് കിട്ടൂല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹ്ക്കല്ലാതെ അദൃശ്യം അറിയില്ല എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിക്ക. എന്നിട്ട് ഇവര് പറയാ മനസ്സിലുള്ളത് വായിക്കും ഷെയ്ഖ്. അള്ളാന്റെ ഖുർആനെതിരാണ്. ഒറ്റ വർത്താനം. ഖുർആനിൽ അത് മാത്രല്ല ഹബീബേ ഉള്ളത്. അല്ലാഹു തആല സൂറത്തുൽ ജിന്നിൽ പറഞ്ഞില്ലേ, ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവൻ അല്ലാഹു ആണ്. ഫലാ യുളിഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ. അല്ലാഹു തആല ആ അദൃശ്യം അവൻ പൊരുത്തപ്പെട്ട പ്രവാചകന്മാർ തുടങ്ങിയവർക്കല്ലാതെ വെളിവാക്കി കൊടുക്കൂല. അവർക്ക് എന്താക്കി കൊടുക്കും? അല്ലാഹു തആല വെളിവാക്കി കൊടുക്കും. വെളിവാക്കി കൊടുത്താലും അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ വാദിക്കണ്ടെങ്കിൽ നിങ്ങൾ ആ ചീട്ടുമായിട്ട് നിങ്ങളെ പാട്ടിന് പോയിക്കോന്നല്ലാതെ എന്താ വിശ്വാസിക്ക് പറയാൻ പറ്റുക? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഉമ്മത്തിന് അമ്മിനത്തിൽ നിർദ്ദേശം നൽകി. മറ്റു മഹാന്മാരെ എത്രമാത്രം അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചു. അവിടെ ഒന്നും അതിശയോക്തിയില്ല, അവിടെ ഒന്നും അമിതമായിട്ടൊന്നും അവകാശപ്പെടലുമില്ല. ഇവിടൊക്കെ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണത്? ഏതൊരു മഹാൻ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ ചെയ്യാൻ അവർക്ക് അല്ലാഹു തആല കഴിവ് കൊടുത്താൽ പറ്റും. പടച്ചോന്റെ സമ്മതമല്ലാതെയും അള്ളാഹുവിന്റെ കുദറത്തില്ലാതെയും ഒരു ചെറുവിരൽ അനക്കാൻ മഹാനെന്നല്ല ഒരാൾക്കും പറ്റില്ല. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നിൽക്കേണ്ടത്. കാരണം അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്ത അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന്റെ അഹദിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളിലേക്കും ആശ്രയിക്കാത്ത, ബാക്കിയുള്ളവരെല്ലാം എല്ലാ സെക്കൻഡിലും അള്ളാഹുലേക്ക് ആശ്രയിക്കുന്നവനാണ്. അപ്പൊ റബ്ബിലേക്ക് ആശ്രയിക്കാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കൊടുത്തത് അള്ളയാണ്, പക്ഷേ പിന്നത് ഉപയോഗിക്കാൻ പടച്ചോന്റെ സപ്പോർട്ട് വേണ്ട എന്ന ഗുരുതരമായ വായനകൾ ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ നാവെന്ന് വരാൻ പാടില്ല. ഏതു സമയത്തും അല്ലാഹു തആല തന്നെയാണ് കൊടുക്കുന്നവൻ, അവൻ തന്നെയാണ് തടയുന്നവൻ. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവന്റെ അടിമകൾക്ക് പലതിനും എന്ത് ചെയ്യുന്നുണ്ട്? സന്ദർഭം കൊടുക്കുന്നുണ്ട്, അവസരം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ ഈമാൻ പിഴക്കൂല, അല്ലെങ്കിൽ വിശ്വാസം തകരാറായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനരായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളടക്കമുള്ള എല്ലാ ഔലിയാക്കളെയും മഹാന്മാരെയും നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ നന്നായി ബഹുമാനിക്കണം. ആ മഹബത്താണ് നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് നമ്മൾ ചിന്തിക്കണം. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. മഹബത്ത് വെക്കേണ്ടവരോട് മഹബത്തില്ലാത്തവന് ഈമാനേ ഉണ്ടാവില്ല. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ആ മഹബത്തിന് വിരുദ്ധമായിട്ടുള്ള ശൈലികൾ നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കാൻ ജാഗ്രത കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ ഒക്കെ ആദരിച്ചും ബഹുമാനിച്ചും തന്നെ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിയം വലിയുല്ലാഹി അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുള്ള ഈ മഹിതമായ മാതൃക അത് നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ് ആ മാതൃക വെച്ചാൽ, അഹ്ലുസുന്ന വൽ ജമാഅ മുറുകെ പിടിക്കുക, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നന്നാക്കുക, വിശ്വാസം ശരിപ്പെടുത്തുക. നമ്മുടെ വിശ്വാസത്തിന് വിള്ളൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ബിദ്അത്തിനെയും താലോലിക്കുന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ബിദ്അത്തുകാരനെ 4 അയലത്തേക്ക് സിയം വലിയുല്ലാഹി അടുപ്പിച്ചിട്ടില്ല. അവിടുത്തെ ജീവിതത്തിൽ അതിന്റെ ഇഷ്ടം പോലെ തെളിവുകൾ അനുഭവസ്ഥരായ ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിദ്അത്തിനോട് ഒരു കോംപ്രമൈസും നമുക്കില്ല, ബിദ്അത്തുകാരനോടും നമുക്ക് താല്പര്യമുണ്ടാവാൻ പാടില്ല. അപ്പോഴേ നമുക്ക് ഈ മഹാന്മാരോടുള്ള മഹബത്തുണ്ടെന്ന് പറയുന്നത് സത്യമാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. അതോടൊപ്പം നമ്മുടെ ഈമാനിനെ കളങ്കമേൽപ്പിക്കാനുള്ള പല പണികളും പലയിടത്തും നടക്കുന്നുണ്ട്. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള തിരുത്തൽ അതാതു സമയത്ത് ഉത്തരവാദപ്പെട്ടവരുമായി കോണ്ടാക്ട് ചെയ്ത്
നമ്മൾ സംശയങ്ങൾ വല്ലതും വരുമ്പോൾ ആ സംശയം മനസ്സിൽ താലോലിക്കാതെ അപ്പൊ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള വഴികൾ ഉപയോഗപ്പെടുത്തണം. പ്രഗത്ഭരായ നമ്മുടെ ഉസ്താദുമാര് എല്ലാ സ്ഥലങ്ങളിലും നമുക്കുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും നമ്മുടെ സംശയങ്ങൾ തീർക്കണം. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു മുറിക്ലിപ്പ് തന്നാൽ ആ ക്ലിപ്പുള്ളത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതൊക്കെ ചിലപ്പോൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പുകളുടെ മേലിൽ നമ്മളെ സമയം നമ്മൾ ചെലവാക്കണ്ട. അത് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ അതിനുവേണ്ടി നേരം കളയാനും നിൽക്കണ്ട. ഒരു മണിക്കൂർ നേരമുള്ള പ്രസംഗത്തിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു വാചകം പറഞ്ഞാൽ ആർക്കും അവർക്കനുസരിച്ചൊക്കെ പറയാൻ പറ്റൂലേ? ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, മുമ്പ് സുൽത്താനുൽ ഉസ്താദ് ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞു, നമ്മളിപ്പോ ഈ വെള്ളിയാഴ്ചത്തെ ഖുതുബ ആ സമയം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്ന നേരാണ്. ആ സമയത്ത് ഈ ആളുകളോട് പറയാനുള്ള വയലൊരു അരമണിക്കൂർ അപ്പാട് പറയുകയാണെങ്കിൽ ₹1 ചെലവില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആശയങ്ങളൊക്കെ അവർക്ക് പറയിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളൊരു സമ്മേളനം നടത്തി ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ എത്ര ആയിരം രൂപ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ചെലവാക്കിയിട്ട് തന്നെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് സമ്മേളനം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഖുതുബയുടെ നേരത്തെ എന്ത് പറ്റൂല, ഭാഷ മാറ്റാൻ പറ്റൂല എന്നുള്ളത് കൊണ്ടാണ്. ഇത് പറഞ്ഞതിന് ഖുതുബയുടെ നേരത്തെ തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആ മലയാളത്തിലാണ് പറഞ്ഞു കൊടുത്താല് പിന്നെ ഈ കാശ് ചെലവാക്കണമെന്ന് കാന്തൂർ ഉസ്താദ് വരെ മാറി എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രകടിപ്പിച്ച കൗമ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ക്ലിപ്പ് എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറം കൂടെ കേട്ടാ തീരാവുന്ന പ്രശ്നം അവിടെ ഉണ്ടാവുള്ളൂ. സംശയങ്ങൾ ഒരിക്കലും മനസ്സിൽ ഇങ്ങനെ ഇട്ട് കൊണ്ടു നടക്കണ്ട. അങ്ങനെ കൊണ്ടു നടന്നാൽ ഇബ്ലീസ് നമ്മളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തന്നെ അതാത് സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നടത്തി അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കണം. ഈ മഹാന്മാരൊക്കെ ആ ഒരു സന്ദേശമാണ് നമുക്ക് കൈമാറിയത്. നേരത്തെ അവിടെ സൂചിപ്പിച്ചില്ലേ ഉഹദ് ശുഹദാക്കൾ. ആ ഉഹദിലേക്ക് പോകുന്ന നേരം മഹാനരായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു കൂടെ നടക്കുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സഅദേ, നമ്മൾ ഉഹദിലേക്ക് പോവുകയാണ്. ഒരു പക്ഷെ നാളെ ശത്രുവിനെ കണ്ടുമുട്ടിയാൽ ഞാനും നിങ്ങളൊക്കെ ശത്രുവിന്റെ വെട്ടുകൊണ്ട് മരിച്ചേക്കാം, ഷഹീദായേക്കാം. ഒരു പക്ഷെ നമ്മൾ ദുന്യാവിലൂടെ ഇങ്ങനെ നടക്കണ അവസാനത്തെ ദിവസമായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു കാര്യം ദ്വാർക്കാനുണ്ട്, നിങ്ങൾ ആമീൻ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്വാർന്നോളി, ഞാൻ ആമീൻ പറയാം. ആയിക്കോട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ മൂപ്പര് ദ്വാർന്നു. എന്താ ദ്വാർക്കണേ? അല്ലാഹുവേ, ഉഹദിൽ എനിക്ക് നല്ലൊരു ശക്തനായ ഒരു ശത്രുവിനെ തരണം. അയാളും ഞാനുമായി അതിശക്തമായ പോരാട്ടം നടക്കണം. പോരാട്ടത്തിനൊടുവിൽ അയാളെ കീഴ്പ്പെടുത്തി കൊല ചെയ്ത് എനിക്ക് വിജയിച്ച് മുസ്ലിങ്ങളുടെ സഫിലേക്ക് മാറാൻ അവസരം ഉണ്ടാവണം എന്നതായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ആമീൻ പറഞ്ഞു. ഇനി അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ അവസരമാണ്. മഹാനവറുകൾ ദ്വാർന്നു, പഠിച്ചോനെ, എനിക്കും ശക്തനായ ഒരു ശത്രുവിനെ തരണം. ഞാനും അയാളും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കണം. പോരാട്ടത്തിനൊടുവിൽ അയാൾ എന്നെ കൊല ചെയ്യണം. കൊല ചെയ്തിട്ടും അയാൾക്ക് അരിശം തീരാതെ എന്റെ മൂക്ക് മുറിച്ചെടുത്തും ചെവി ചെത്തിയെടുത്തും എന്റെ ശരീരത്തിന്റെ പാർട്സുകൾ കൊണ്ട് നേരത്തെ സലാം സഖാഫി സൂചിപ്പിച്ചതുപോലെ അവൻ ആനന്ദ നൃത്തം ചവിട്ടുന്ന അവസ്ഥ ഉണ്ടാകണം. ഇങ്ങനെ ദ്വാർന്നപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബ്ദുല്ലാ, എന്തിനാ ഇങ്ങനെ ദ്വാർക്കണേ? ഷഹീദാകാൻ വേണ്ടി ദ്വാർക്കണേ ശരി, പക്ഷെ നിങ്ങളെ മൂക്ക് മുറിക്കാനും ചെവി ചെത്താനും ഒക്കെ അവർക്ക് തോന്നിക്കണത് എന്തിനാ ദ്വാർക്കണത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സമയത്തും ഒരു സെക്കൻഡിലും മറക്കാതെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട ഒരു മറുപടിയാണത്. എന്താണത്? സഅദേ, അല്ലാഹു തആല ഈ ലോകത്ത് എനിക്ക് തന്ന എന്റെ ഈ സുന്ദരമായ ഈ ശരീരം ഇതുമായിട്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരുമ്പോ എന്റെ മൂക്ക് ശത്രുക്കൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ചെവി അവർ ചെത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, ആ മുറിഞ്ഞ ചെവിയും മൂക്കുമായി എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കുമല്ലോ. അതുമായിട്ട് വന്ന് റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ എന്താണ് സഅദേ, എന്താണ് അബ്ദുള്ള ഞാൻ നിനക്ക് തന്ന ഈ ആയുസ്സിൽ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഈ ചോര ഒലിച്ച മൂക്കിന്റെയും ഈ ചെത്തിയെടുക്കപ്പെട്ട ചെവിയുടെയും ഒക്കെ ആ ഭാഗങ്ങൾ കാണിച്ച റബ്ബേ,
എനിക്ക് നീ തന്ന ഈ ശരീരം ഇത് നിനക്ക് വേണ്ടി, നിന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ എന്ന് റബ്ബിന്റെ മുന്നിൽ ഒന്ന് പറഞ്ഞു നിൽക്കാൻ ഒരു അവസരം ഉണ്ടാകാനാണ്. ഇങ്ങനെ ദ്വാർന്നപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് തോന്നി എന്റെ ദ്വാന്ന് മാറ്റി ദ്വാർന്നാലോ. അപ്പോഴാണ് ആ ദ്വായുടെ പ്രാധാന്യം മനസ്സിലായത്. ഏതായാലും അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോയി. ശഅബാൻ 15 അന്ന് ശനിയാഴ്ച യുദ്ധം നടന്നു. ഹിജറയുടെ 3-ാം വർഷം ഉഹദിന്റെ താഴ്വാരത്ത്. യുദ്ധം അവസാനിക്കുന്നത് വരെയും മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാഹിനോട് ദ്വാർന്ന ദ്വാ അല്ലാഹു സ്വീകരിച്ചു. ശക്തനായ ഒരു ശത്രുവിനെ അള്ളാഹു എനിക്ക് തന്നു. അവനും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തത്തിനൊടുവിൽ അവനെ ഞാൻ പരാജയപ്പെടുത്തി. അപ്പന്റെ മനസ്സിലേക്ക് വന്നത്, പടച്ചോനെ ഇതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ ദുആ നീ സ്വീകരിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ചെവി തൂങ്ങിക്കിടക്കുന്നുണ്ടാകും, മൂക്ക് തൂങ്ങി നിൽക്കുന്നുണ്ടാകും. ആ ഒരു കാഴ്ച കാണേണ്ടി വരുമോ എന്ന ബേജാറോടെ മഹാനരായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് എവിടെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ശ്രമിക്കുമ്പോ ആ ചലനമറ്റ് കിടക്കുന്ന ശരീരത്തിന്റെ പരിസരത്ത് ഇപ്പറഞ്ഞത് അങ്ങനെ തന്നെ കണ്ടപ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിയന്ത്രിക്കാനായില്ല. അപ്പോ അവർക്കൊക്കെ അങ്ങനത്തെ ചില ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അള്ളാഹു നൽകി. നമുക്ക് പക്ഷെ അങ്ങനത്തെ അവസരം ഉണ്ടോ? എന്തു വന്നാലും വേണ്ടില്ല, ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്റെ മൂക്കൺ മുറിച്ചോട്ടെ, ചെവി എത്തിക്കോട്ടെ എന്ന് ദ്വാർന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് അതിനൊരു അവസരം അല്ല തന്നിട്ടില്ല. പിന്നെ നമുക്ക് തന്നത് എന്താ? നമുക്ക് തന്നത് അവരൊക്കെ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഈ ഉമ്മത്തിന് പഠിപ്പിച്ച മഹത്തായ ഈ ആശയം അതിൽ വെള്ളം ചേർക്കാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതെ അതിന് നിതാന്തമായി ജാഗ്രത പുലർത്തി കാവലിരിക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ICF-ന്റെയും SYS-ന്റെയും SSF-ന്റെയും RSC-യുടെയും മറ്റ് എല്ലാ മുസ്ലിം ജമാഅത്തിന്റെയും അടക്കം എല്ലാ സംഘ സംവിധാനങ്ങളുടെയും കൂടെ അതിശക്തമായി കട്ടക്ക് കൂടെ നിന്ന് ആ മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മുടെ മഹാരഥന്മാരായ നേതൃത്വം നമുക്ക് നൽകുന്ന പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിച്ച് ആ ജാഗ്രതയോടുകൂടെ ഈ നിലപാട് നടപ്പാക്കാൻ നമുക്ക് നിൽക്കാൻ സാധിക്കും. അതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള സംഗതി. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും സമ്മേളനം ഉണ്ടെങ്കിൽ അപ്പൊന്ന് വന്ന് മുഖം കാണിച്ചു പോയിക്കോളാം എന്നത് പോരാ. മറിച്ച് എന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്റെ പ്രയത്നം കൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിലെങ്കിലും ഈ ഹക്കായ ദീനിന്റെ സന്ദേശം പകർത്തി കൊടുക്കാൻ, അതാണ് ശരി എന്ന ചിന്തയിലേക്ക് അവനെ ശക്തമായി നിലനിർത്താൻ എനിക്കെന്തു ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഉൾപ്പെടെ സയ്യിദു ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഈ മഹത്തുക്കൾ മുഴുവനും നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് മനസ്സിലാക്കി ആ രംഗത്ത് സജീവമാകാൻ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാവണം എന്ന് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.